മനുഷ്യരും ഇതര ജീവജാലങ്ങളും വളരെ വളരെ അന്തരങ്ങളുണ്ട്, പലതിലുമുണ്ട്. ഇതിൽപ്പെട്ട ഒന്നാണ് മനുഷ്യേതര ജീവജാലങ്ങൾക്ക് ടെൻഷനും അസ്വസ്ഥതകളും ആത്മഹത്യയുമൊന്നുമില്ല. എന്നാൽ മനുഷ്യർക്ക് ടെൻഷനുകൾ, അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ പല വിധത്തിലാണ്. ഇതിന് പരിഹാരം ബന്ധങ്ങൾ സുദൃഢമായാൽ, ഐശ്വര്യപൂർണമായാൽ ഒരു ടെൻഷനും ഉണ്ടാകില്ല, അസ്വസ്ഥത ഉണ്ടാകില്ല, ദാരിദ്ര്യം ഉണ്ടാകില്ല, അധോഗതി ഉണ്ടാകില്ല. അതിന് അള്ളാഹു നൽകിയതാണ് മാനുഷിക ബന്ധം സുദൃഢമാക്കാൻ. നേരത്തെ മോട്ടിവേഷൻ പറഞ്ഞിരുന്നു. തൊഴിലാളി മുതലാളി ബന്ധത്തിൽ, ഗുരു ശിഷ്യ ബന്ധത്തിൽ, ഭാര്യ ഭർത്തൃബന്ധത്തിൽ. എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ബോഡിയും തമ്മിൽ കയറെടുത്ത് ബന്ധിപ്പിക്കാൻ കഴിയും. മനസ്സും ബന്ധിപ്പിക്കാൻ ഒരു സൈക്കാട്രിസ്റ്റിനും കഴിയില്ല, ഒരു സൈക്കോളജിസ്റ്റിനും കഴിയില്ല, ഒരു ട്രീറ്റ്മെൻറ്റിനും കഴിയില്ല. അതിൽ പ്രധാന ഘടകമാണ് വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ചിന്തകൾ. ഞാൻ എൻ്റെ ഭാര്യ നന്നായി സ്നേഹിക്കുന്നു, ഭാര്യ എന്നെയും സ്നേഹിക്കുന്നു. അവളെ ഞാൻ ചതിച്ചാൽ അസ്ലുൽ ബുഅദി അൽ ഖിയാന, ആ ബന്ധം അവിടെ നിന്ന് മുറിഞ്ഞു. പറഞ്ഞ വാക്ക് പാലിച്ചില്ല, വാങ്ങിയത് കൊടുത്തില്ല. ഞാൻ അവളോട് കടം ചോദിച്ചു, തന്നു, തിരിച്ചു കൊടുത്തില്ല. അവൾ തിരിച്ചൊന്നും പറയില്ല. പക്ഷേ എൻ്റെ ഭാര്യ എന്നെക്കുറിച്ചൊരു മാർക്കിട്ടു. അയാൾ പറഞ്ഞേ പാലിക്കുന്ന ആളല്ല, വിശ്വസിക്കുന്ന ആളല്ല. എല്ലാ ബന്ധങ്ങളും, തൊഴിലാളി മുതലാളിയാവട്ടെ, അവിടെയാണ് പറഞ്ഞാൽ പറഞ്ഞ വാക്ക് പാലിക്കുക. പണ്ടൊക്കെ നമ്മുടെ പൂർവികർ പറയുന്നൊരു വാക്കുണ്ടായിരുന്നു, വാപ്പൊന്നാണെങ്കിൽ വാക്കൊന്ന് എന്നാണ്. അങ്ങനൊരു നിർബന്ധം പഴയ കാലത്തുണ്ടായിരുന്നു. ഇന്ന് പലപ്പോഴും പല മോട്ടിവേഷൻ ക്ലാസ്സുകളിലും പങ്കെടുത്തിട്ട് എന്നോടൊന്ന് പറയും, അവളോടൊന്ന് വേറൊന്ന് പറയും, മറ്റൊന്ന് പറയും. അവസരവാദങ്ങൾ മാറ്റി മാറ്റി പറയുന്ന അവസ്ഥകൾ. ഇവിടെയാണ് ഏതൊരു മനുഷ്യനും ഞാൻ എൻ്റെ ബന്ധം വിള്ളലുണ്ടാകൂല, തകർക്കൂല, ചതിക്കൂല, മാത്രല്ല അസ്ദുൽ ഖുർബി അൽ അമാന. എന്താണോ ഞാനൊരു വിവാഹം കഴിച്ചെങ്കിൽ എൻ്റെ ഭാര്യ മനസ്സിലാക്കണം, എൻ്റെ ഭാര്യയ്ക്ക് ഞാനല്ലാത്ത ആരോടും വേറൊരു സൈഡ് ലൈൻ എനിക്കില്ല, എനിക്ക് വേറെ ലവ് ഇല്ല. എൻ്റെ ഭർത്താവ് എന്നെ മാത്രമാണ് സ്നേഹിക്കുന്നത്. ഭാര്യയ്ക്ക് ബോധ്യപ്പെടണം, എൻ്റെ ഭർത്താവിന് മറ്റ് സൈഡ് ലൈനില്ല, മറ്റു ചിന്തകളില്ല, ഞാൻ മാത്രം. അങ്ങനെ തൊഴിലാളി മുതലാളി, എൻ്റെ മുതലാളി എന്നെ 100% രക്ഷപ്പെടുത്തും. എൻ്റെ മുതലാളിക്കൊപ്പം നിന്നാൽ ഞാൻ ഒരിക്കലും പരാജിതനാവേണ്ടി വരില്ല. മുതലാളിക്കാവട്ടെ തൊഴിലാളിയെക്കുറിച്ച്, ഈ തൊഴിലാളി എൻ്റെ ബിസിനസ് മെച്ചപ്പെടുത്തും, ഈ തൊഴിലാളി എന്നെ വളർത്തിക്കൊണ്ടുവരും. അങ്ങനെ പരസ്പരം അകൽച്ചകളില്ലാതെ ബന്ധങ്ങൾ സുദൃഢമാക്കിയാൽ, വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ചിന്തകൾ അത് പറഞ്ഞതുപോലെ ചെയ്താൽ നമുക്ക് കുറേ ടെൻഷനുകളും അസ്വസ്ഥതകളും മാറ്റി തീർക്കാൻ കഴിയും.